ഈ ഒരു അൺസേഫ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ ജീവിക്കാൻ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോഴും നമ്മുടെ കുട്ടീനോട് നമ്മൾ കാണിക്കുന്നത് ഒരു ഇൻജസ്റ്റിസ് ആണ്. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ എന്റെ ഒരു ക്ലയന്റ് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. 2 മാസമുള്ള കുട്ടിയാണ്. 2 മാസമുള്ള കുട്ടിയെ ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വാട്ട് നാർസിസ്റ്റ് റിയലി വാണ്ട്. നാർസിസ്റ്റുകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, അവരുടെ ഹിഡൻ നീഡിനെ കുറിച്ചിട്ടാണ്. ഹായ്, ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. കൊച്ചിയിലെ ഫീൽഡ് ഹോം സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെന്ററിലെ ചീഫ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാനിപ്പോൾ നമ്മുടെ ക്ലിനിക്കിന്റെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മുടെ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ കുഴുപ്പിലി വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിവിടെ ഇൻ പേഴ്സൺ സെഷൻസും ഓൺലൈൻ സെഷൻസും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് വഴിയാണ് നമ്മൾ ബുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. നമുക്കിവിടെ സെഷൻസ് ഹാൻഡിൽ ചെയ്യും ടോട്ടലി 4 സൈക്കോളജിസ്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു മിഷൻ എന്നുള്ളത് സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇവൻ ഒരുപാട് എക്സ്പെൻസ് ഒന്നും പറ്റാത്ത ആളുകൾക്ക് പോലും സാധിക്കണം എന്ന് ഓർത്തിട്ട് വളരെ ലോവർ ഫീസിലാണ് നമ്മൾ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് 599 മുതൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് സൈക്കോളജിസ്റ്റുകളെ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് നമ്പർ ഓഫ് സെഷൻസ് കൂടുതൽ വരുമ്പോൾ നോർമലി ആളുകൾ ഫീസ് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കൂട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കൂടുതൽ സൈക്കോളജിസ്റ്റുകളെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ലോവർ ഫീസിൽ നിങ്ങൾക്ക് സർവീസ് തരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 599 തുടങ്ങി സൈക്കോളജിസ്റ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ ഇന്നത്തെ ഫീസ് ആണ് കേട്ടോ പറയുന്നത്. ഫീസ് നമ്മളൊരു 3 to 6 months ആകുമ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എൻക്വയറി ചെയ്യുന്നതെങ്കിൽ ഫീസിന്റെ ഡിഫറൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ ഫീസ് പറയാതെ ഇരുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കണം എന്നില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കുറെ നാൾ കഴിഞ്ഞിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ ഫീസിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറയുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. വാട്ട് ദ നാർസിസിസ്റ്റ് റിയലി വാണ്ട്. നമ്മൾ ഒരു സർഫസ് ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർക്കൊരു കോൺസ്റ്റന്റ് അറ്റൻഷൻ ആൻഡ് വാലിഡേഷൻ ആവശ്യമാണെന്നുള്ളതും എൻഡ്ലെസ് അഡ്മിറേഷൻ, നമ്മുടെ മേലുള്ള കൺട്രോൾ, ഇതൊക്കെയാണ് അവരുടെ നീഡ് എന്നായിരിക്കും നമുക്ക് പെരിഫറലി നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇൻസൈഡ് എ നാർസിസിസ്റ്റ് അവരുടെ ഉള്ളിൽ അവരുടെ ആ ഒരു ഡീപ് നീഡ് അല്ലെങ്കിൽ അവരുടെ ഹിഡൻ നീഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് വാലിഡേഷൻ ടു കവർ ദ ഡീപ് ഷെയിം ആൻഡ് ഇൻസെക്യൂരിറ്റി. അതായത് അവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റിയും ഷെയിമും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ഈ ഒരു ഡീപ് ഷെയിം ആൻഡ് ഇൻസെക്യൂരിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് അവരുടെ ഒരു ലോ സെൽഫ് വർത്ത്, അവരുടെ ഉള്ളിൽ അവർ അൺവർത്തിയാണെന്നുള്ളതും ഒരു എംപ്റ്റി ഫീലിംഗ് ഒക്കെയാണ് അവർക്കുള്ളത്. അതുപോലെ ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, ഫിയർ ഓഫ് ബീങ് സീൻ ആസ് എൻ ഓർഡിനറി പേഴ്സൺ. ഒരു സുപ്പീരിയർ ആണെന്ന് സ്പെഷ്യൽ ആണെന്നൊക്കെയാണല്ലോ അവർ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ അവരെ ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ആ ഒരു സ്പെഷ്യൽ ഇത് കിട്ടണം. അവരൊരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് കാണും എന്നുള്ളത് തന്നെ അവരുടെ ഒരു ഫിയർ ആണ്. അപ്പൊ വൈ ദി ഡിമാൻഡ് പ്രൈസ്. അപ്പൊ അവരെന്തുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റന്റ് പ്രൈസ്, അറ്റൻഷൻ, വാലിഡേഷൻ ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ലെങ്കിൽ അവർ അൺവർത്തിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അവരുടെ ആ ഒരു എംപ്റ്റിനെസ്, എന്നെ കൊണ്ട് കൊള്ളില്ല എന്നുള്ള അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം അവർക്ക് ഓവർകം ചെയ്യാൻ, അതിനെ മറികടക്കാൻ സാധിക്കുന്നത് പുറത്തുനിന്നുള്ള ആളുകൾ എപ്പോഴും ഒരു പ്രൈസും കോൺസ്റ്റന്റ് അറ്റൻഷനും വാലിഡേഷനും ഒക്കെ കൊടുക്കുമ്പോഴാണ് അല്ല ഞാൻ കൊള്ളാം, എന്നെ ആളുകൾക്ക് ആവശ്യമുണ്ടല്ലോ, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുത്തിയിട്ട് അതിനെ മറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇത് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ് കേട്ടോ. ആക്ച്വലി ഒരു നാർസിസ്റ്റിന് അറിയില്ല അവരുടെ ഉള്ളിലുള്ള ഡീപ് ഷെയിം ആൻഡ് ഇൻസെക്യൂരിറ്റി എന്താണെന്നുള്ളതിനെ പറ്റി. കാരണം സെൽഫ് അവയർനെസ് ഉള്ള ഒരാൾക്കാണ് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അത് നമ്മൾ സൈക്കോളജി പഠിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നതാണ് എന്റെ ഫിയർ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് സാധാരണ നാർസിസ്റ്റിക് അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, അതുപോലെ തന്നെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് എന്നെ കാണുമോ എന്നുള്ളതെല്ലാം അവരുടെ ഒരു ഫിയർ ആണ്. അപ്പൊ അവർ ഈ റിയാലിറ്റി ട്വിസ്റ്റ് ചെയ്യുന്ന ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിയാലിറ്റി ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളെ അവരുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇയാള് കൊള്ളില്ല, ഇയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവാന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ആണ്. അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് അവരെപ്പോഴും ഒരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കി നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിർത്തുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതുപോലെ കീപ് ടെസ്റ്റിംഗ് യുവർ ലോയൽറ്റി. നിങ്ങളുടെ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും
പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ എപ്പോഴും കമ്മിറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നവർക്ക് എൻഷുർ ചെയ്യണം. ഇല്ലെങ്കിൽ അവർക്ക് ആ ഒരു സംശയം വരും, ഇത് ഉപേക്ഷിച്ച് പോവാണോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ അവർ ഇൻസെക്യൂർ ആവുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര സപ്ലൈ കൊടുത്തോണ്ടിരുന്നാലും അവര് സാറ്റിസ്ഫൈഡ് ആവില്ല. അതിന്റെ കാരണം ഇതൊരു ഹോളുള്ള ഒരു ബക്കറ്റ് പോലെയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ താഴെ ഹോളുള്ള ഒരു ബക്കറ്റ് ആണ്. നമ്മൾ എത്രത്തോളം വെള്ളം നിറച്ചുകൊണ്ടിരുന്നാലും ഇത് താഴെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ബക്കറ്റ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ച് അത് അവരുടെ ആ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നു. അവരുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര അത് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബാലൻസിൽ നിർത്താൻ പറ്റുമായിരിക്കും. കാരണം അത് എംപ്റ്റി ആയി പോകുന്നതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഒരു എംപ്റ്റി ആയി പോകുന്നുണ്ടാവില്ല. സ്റ്റിൽ നിങ്ങൾ എത്ര ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലും ഇത് ശരിയാവും, ഇത് ഓക്കെ ആവും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഞാൻ കുറച്ചും കൂടി ആണ് എക്സ്പെക്ട് ചെയ്യുന്ന വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്നെ സ്നേഹിക്കുമായിരിക്കും, അയാൾ ഓക്കെ ആകുമായിരിക്കും. അതുകൊണ്ടൊന്നും അവരുടെ ഇൻസെക്യൂരിറ്റി മറികടക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആ ഒരു ബക്കറ്റിന്റെ ഹോൾ അടക്കാണ്ട് പുറമേ നിന്ന് എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഹോൾ അടക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. അത് നമ്മൾ റൈറ്റ് ടൈമിൽ ഹോൾ അടക്കാതെ ബക്കറ്റ് പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ റൈറ്റ് ടൈമിൽ ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് അടുത്ത് ഹെൽപ്പ് എടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കതൊന്ന് മേക്ക് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് അടക്കാതെ നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു നാർസിസിന് ഇത് നേരെ ചോദിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്ക് ഇത് പുറമേ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്? നീ എന്നെ ഇട്ടിട്ട് പോവാന്നുള്ളത് എനിക്ക് പേടിയാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവര് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഒരു എൻറ്റയർ സെൽഫ് ഇമേജ് ആണ് തകർന്നു പോകുന്നത്. അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ അവർ സ്ട്രോങ് ആണ്, പെർഫെക്റ്റ് ആണ്, സുപ്പീരിയർ ആണ് എന്നൊക്കെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡന്റിറ്റിയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫിയർ ഉണ്ട്, അതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻറ്റയർ ഐഡന്റിറ്റി തന്നെ തകർന്നു വീഴും. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ നമ്മള് വൾണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിനെ ആരും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഇപ്പൊ കരയാന്നുള്ളത് ആണുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കുഞ്ഞിലേ കരഞ്ഞാൽ തന്നെ പറയും, ആൺകുട്ടിയല്ലേ നീ കരയരുത്, നീ സ്ട്രോങ് ആവെന്ന് പറയും. അപ്പൊ ഇത് സാധാരണ ഒരു മനുഷ്യനുള്ള മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കരയുക എന്നുള്ളത്. ചില കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ഭയപ്പെടുക, ഫിയർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഈ നീടൊന്നും ഉണ്ടാവാനായിട്ട് ഒരു നാർസിസിസ്റ്റിന് അവസരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രൂലി നമ്മുടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല, അതിന് ക്രിറ്റിസിസം ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. അതിന് പകരം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴാണ് അതിന് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരു എക്സ്ട്രാ ഓർഡിനറി ആകാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. നോർമലി ആളുകൾക്കുള്ള ഫിയേഴ്സ് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കരയാൻ പോലും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ തെറപ്പി സെഷനൊക്കെ പലരും കരയിപ്പിക്കാറുണ്ട്. കാരണം ഒരു കരയാനുള്ള ഫ്രീഡം എങ്കിലും ഒരു മനുഷ്യന് വേണമല്ലോ. സ്ത്രീകൾക്ക് അക്കാര്യത്തിൽ അത്രയും ബുദ്ധിമുട്ടില്ല, പുരുഷന്മാർക്കാണ് കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ളത് അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും അത്തരത്തിലുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് പോലും അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് പോലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു അതിനെ നെഗറ്റീവ് ആയിട്ടും വീക്ക് ആയിട്ടും ഒക്കെ ആയിരിക്കും ജഡ്ജ് ചെയ്യുക. അപ്പൊ അതൊക്കെ മാറേണ്ടതാണ്. അത്തരത്തിലുള്ള നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ് മാറിയത് തന്നെ എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് കുറച്ചും കൂടി അവർ വൾണറബിലിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് ഇതൊക്കെ ചോദിക്കുന്നതിന് പകരം എനിക്കിത് വേണം, നീ എന്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം അവര് ഡിമാൻഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അവരുടെ ആ ഒരു സെൽഫ് ഇമേജ് തകർന്നു വീഴാത്ത രീതിയിൽ എന്റെ നീഡാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഡിമാൻഡ് ആയിട്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ പണിഷ് ചെയ്യും, ഗിൽറ്റ് ട്രിപ്പ് ചെയ്യും. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു നീഡ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്താലാണ് അവർക്ക് സെക്യൂർ ആണ്, അവർ ഓക്കെ ആണെന്നുള്ള ഫീലിംഗിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചിലതിനോട് ചോദിക്കാറുള്ളതാണ്, അപ്പൊ ഈ പറയുന്ന ഇൻസെക്യൂരിറ്റി ഒക്കെ കൊണ്ടാണല്ലോ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ അവരുടെ ചൈൽഡ്ഹുഡ് നല്ലതല്ലാത്തത് കൊണ്ടല്ലേ, അവർക്ക് ഇത്രയും പാസ്റ്റ് ട്രോമയും വൂണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടല്ലേ, അപ്പൊ നമ്മൾ അവരെ എമ്പത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ അത് ശരിയാണ്, അവരുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഇത്തരത്തിലുള്ള പാറ്റേൺസ് കൊണ്ടായിരിക്കാം അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ന് വെച്ച് ഒരു അഡൾട്ട് ഇൻഡിവിജ്വലിന്റെ അബ്യൂസ് നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ മറ്റൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, നമുക്കിപ്പോ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ, നമ്മുടെ ചോയ്സ് ആണ്. നമുക്കിപ്പോ ഒരു പാർട്ട്ണറെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഒരാളെ നിർബന്ധിച്ച് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഈ നാർസിസം എന്നുള്ളത് ഒരു സ്പെക്ട്രം ആണല്ലോ. അതായത് മൈൽഡ് ലെവൽ തുടങ്ങി നമ്മൾ പറയുന്ന പെത്തോളജിക്കൽ മാലിഗ്നന്റ് നാർസിസം എന്ന് പറയുന്ന ലെവൽ വരെ ഉണ്ട്. ഇപ്പൊ മൈൽഡ് ലെവലിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് നാർസിസ്റ്റിക് ടെൻഡൻസീസ്, ഈ ഒരു സുപ്പീരിയോറിറ്റിയും കോൺസ്റ്റന്റ് വാലിഡേഷൻ, അറ്റൻഷൻ, പ്രൈസ് ഇതെല്ലാം അവർക്ക് ആവശ്യമായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഇവര് കുറച്ചൊരു ഇറിറ്റേഷൻ ഒക്കെ കാണിക്കും. അതുപോലെ തന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള ക്രിറ്റിസിസംസും ചെറിയ രീതിയിലുള്ള മാനിപ്പുലേഷനും ഗിൽറ്റ് ട്രിപ്പിങ്ങും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ
നോക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് പാർട്ട്ണറെ അബ്യൂസ് ചെയ്യുന്നില്ല, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നില്ല. അതായത് നോർമലി ഉള്ള ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു അബ്യൂസ് അവിടെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലർക്കും അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലരുടെ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും, അപ്പൊ വീട്ടിലെ കാര്യങ്ങളിൽ ഒട്ടും ഇൻവോൾവ് അല്ല, പക്ഷെ അവർ ജോലി അവർക്ക് ഇങ്ങനെ ഉയർന്നു പോകണം എന്നുള്ളതായിരിക്കും. അപ്പൊ ചില സ്ത്രീകൾ എങ്ങനെയാന്ന് വെച്ചാൽ അവര് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവര് ഒറ്റയ്ക്ക് നോക്കും, ഇവരെവിടെയെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അതിനകത്ത് ഇങ്ങനെ മുഴുകിയുള്ളൊരു ജീവിതമായിരിക്കും. അപ്പൊ ഇവര് കുട്ടികളെ നോക്കി ഇവരെ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഔട്ട്സൈഡ് ദ റിലേഷൻഷിപ്പ് അത് ബിൽഡ് ചെയ്ത് അവർക്ക് സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ പല കണ്ടീഷൻസിലും നമ്മൾ നോക്കുമ്പോൾ ഇത് വിക്ടിമിനെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്ക് വളരെയധികം അവരുടെ സെൽഫ് വർത്തിനെ ബാധിക്കുന്നു, അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആക്ഷൻ എടുത്ത് ഒരു പ്രോഗ്രസിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൂടാണ്ട് ഹൈലി അബ്യൂസീവ് ആകുമ്പോൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള അബ്യൂസ് വരുമ്പോൾ കുട്ടികളെയും അബ്യൂസ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മൾ ആ ഒരു ട്രോമ പാസ് ചെയ്ത് കൊടുക്കുക. ഇയാൾക്ക് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഇത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും അയാൾക്ക് ഇല്ലല്ലോ. ആ റൈറ്റ് നമ്മൾ അയാൾക്ക് കൊടുക്കരുത്. നമ്മുടെ കുട്ടികളും കൂടിയാണ് സഫർ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ എന്റെ ഒരു ക്ലയന്റ് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അവര് വിദേശത്താണ് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്. അവര് ഡെലിവറിക്ക് വേണ്ടി ഫസ്റ്റ് ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നു. ഡെലിവറി കഴിഞ്ഞ് മകന് 2 മാസം പ്രായമുള്ളപ്പോ ഫസ്റ്റ് ചൈൽഡിന് 2 മാസം പ്രായമുള്ളപ്പോ ഈ ഹസ്ബൻഡ് തിരിച്ച് വിദേശത്തേക്ക് പോയി. അപ്പൊ പറഞ്ഞു നീയും എന്റെ കൂടെ പോര്, എന്നിട്ട് നമുക്ക് വിസയൊക്കെ പുതുക്കി കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു പോരും, മോന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോനെ നാട്ടില് 2 മാസമുള്ള കുട്ടിയാണ്, 2 മാസമുള്ള കുട്ടിയെ നാട്ടിലാക്കി വിസ ഇവര് പുതുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലേഡീനെ വിട്ടില്ല. അയാളും മദർ ഇൻ ലോയിന്റെ അവിടെ തന്നെ നിർത്തി. അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാൾ വേണം, അയാളുടെ സെക്ഷുവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇവിടെ അവര് വേണം. അവര് നാട്ടിലേക്ക് പോയി അല്ലെങ്കിൽ ഈ കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങൾ നടക്കൂലെന്നുള്ളതുകൊണ്ട് 2 മാസം പ്രായമുള്ള കുട്ടീനെ ഈ സ്ത്രീയുടെ അമ്മയാണ് നോക്കിയിരുന്നത്. അപ്പൊ ഇവരെന്നോട് പറയാണ് ഇവരുടെ പാല് നിറഞ്ഞു ഒഴുകി പോകുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു. ഇവർക്ക് ആ കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഇവരുടെ അവകാശം വരെ നിഷേധിച്ചു. ആ കുഞ്ഞിനാണെങ്കിലോ മദറിന്റെ അഫെക്ഷൻ, അതിന് മുലപ്പാല് കിട്ടാനുള്ള അവകാശം പോലും ആ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതിലും വലിയ എന്ത് അബ്യൂസ് ആണ് ചെയ്യാനുള്ളത്. എന്നിട്ട് 2 വയസ്സായപ്പോഴാണ് പിന്നെ ഇവർക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റിയതും ആ കൊച്ചിനെ കാണാൻ പറ്റിയതും. അപ്പൊ നമ്മളിത് ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ പോലും ഇത്രയും വലിയൊരു അബ്യൂസ് നമ്മൾ ആ കൊച്ചിന് നിഷേധിക്കപ്പെട്ട നീതി, നമുക്ക് നിഷേധിക്കപ്പെട്ട നീതി, ഇത് നമ്മൾ ടോളറേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയില്ല. ഞാനാണെങ്കിൽ ഒരിക്കലും നിൽക്കില്ല. അത്രയും ഇന്റൻസിറ്റിയിലുള്ള ഒരു അബ്യൂസ് ആണ് ഇത്. ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ഇന്റൻസിറ്റി നമ്മൾ നോക്കേണ്ടതാണ്. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇതുപോലത്തെ ഒരു അബ്യൂസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് നമുക്കും നമ്മളും നമ്മുടെ കുട്ടീനോടും നമ്മൾ കാണിക്കുന്നത് ഒരു ഇൻജസ്റ്റിസ് ആണ്. അങ്ങനെ നമ്മൾ അവര് കാരണം ബാക്കിയുള്ളവരോട് മുഴുവൻ ഇൻജസ്റ്റിസ് കാണിച്ച് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന നാർസിസ്റ്റിക് ടെൻഡൻസീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ. പക്ഷെ ഹൈലി അബ്യൂസീവ് ആയിട്ടുള്ള ഞാനിപ്പോ പറഞ്ഞ രീതിയിലുള്ള ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ചെയ്യുന്നത് നമ്മളെ വളരെയധികം ഡാമേജ്ഡ് ആക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നാർസിസിസ്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അല്ല എങ്കിലും നമുക്കൊരു സെപ്പറേഷനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഒരു സൈക്കോളജിസ്റ്റിനെ പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആവൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് തരാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സേഫ്റ്റി എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആണ്. ഈ ഒരു അൺസേഫ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ ജീവിക്കാൻ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ലോജിക്കലി ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടായിരിക്കും ഒരു സൈക്കോളജിസ്റ്റ് സഹായിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് നാർസിസ്റ്റുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം, എന്താണ് ശരിക്കും ഇവർക്ക് വേണ്ടത്, എന്താണ് ഇവരുടെ ഉള്ളിൽ എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഓർക്കുക ഇവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാമാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു കോൺസ്റ്റന്റ് വാലിഡേഷനും പ്രൈസും ഒക്കെ വേണം എന്ന് താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു നാർസിസ്റ്റിനെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട്, അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? കമന്റ് സെക്ഷനിൽ ഒന്ന് പറയൂ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് വായിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സൈക്കോളജി റിലേറ്റഡ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം മൈ ചാനൽ. താങ്ക് യു.